ഇനി ഓഫീസിനെ പറ്റി പറയാം. ഇത്രയേരം ഓഫീസിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഓഫീസിനെ പറ്റി പറയാനുള്ള ഒറ്റ കാര്യം, ഒന്നാമത്തെ കാര്യം, അത് ലോക്കൽ കമ്മിറ്റി യോഗം ചേരാനും ഇനി അത്യാവശ്യം ആളുകൾക്ക് പരാതിയായിട്ട് വന്നാൽ സംസാരിക്കാനും ഉള്ള ഒരു ഓഫീസായിട്ട് മാറ്റേണ്ടതില്ല. അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുക? എനിക്ക് പറയാനുള്ളത് നാളെ മുതൽ നടപ്പിലാക്കണം. ആ ഓഫീസ് നമ്മുടെ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ, ഗവൺമെൻറ് സർവീസിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങളുമായിട്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ആളുകൾ ഉൾപ്പെടെ അവർക്ക് ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ സേവനവും ഇപ്പോഴും പഞ്ചായത്തിൽ ഉൾപ്പെടെ, നമ്മുടെ കെട്ടിട പെർമിഷൻ ഉൾപ്പെടെ എല്ലാം അതാണ്. ആദ്യം മുനിസിപ്പാലിറ്റിയിലായിരുന്നു, ഇപ്പോൾ പഞ്ചായത്തിലും അതാണ്. അങ്ങനെയുള്ളവർക്ക് മുഴുവൻ സേവനം നൽകാനാവുന്ന ഒരു സേവന കേന്ദ്രമാക്കി ഈ ഓഫീസിനെ മാറ്റണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതിന് നല്ല കമ്പ്യൂട്ടർ വേണം, കമ്പ്യൂട്ടർ പരിശീലനം നേടിയിട്ടുള്ള ആളും വേണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ആ ഓഫീസ് പ്രവർത്തിക്കണം. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം വേണ്ടിയല്ല, കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരും ആർക്കാണോ സേവനം വേണ്ടത് അവർക്ക് മുഴുവൻ സേവനം നൽകാൻ കഴിയുന്ന സേവന കേന്ദ്രമാക്കി ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസിനെ മാറ്റാനാവണം എന്നാണ് സഖാവ് കോടിയേരിയുടെ നാമധേയത്തിലുള്ള ഈ ഓഫീസ് മന്ദിരത്തെപ്പറ്റി എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഓഫീസ് മനോഹരമായ ഓഫീസാണ്. മുമ്പെന്ന് കാണുന്ന പോലെയല്ല. ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് അതിൻ്റെ സൗകര്യം മുഴുവനുള്ളത്. ഒന്നാമത്തെ നിലയുണ്ട്, രണ്ടാമത്തെ നിലയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓഫീസുണ്ട്, അതുപോലെ നന്നായിട്ട് യോഗം ചേരാൻ സൗകര്യമുള്ള ഹാളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ജനങ്ങളുടെ ചെലവിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ ചെലവിലാണ് നടക്കുന്നത്. എന്നോട് ബ്രാഞ്ച് സെക്രട്ടറിമാരായ സഖാക്കൾ പറയാറുണ്ട്, സഖാവേ ഈ കീശയിൽ നിന്ന് ഈ റെസീറ്റ് ഒഴിഞ്ഞ കാലമില്ല, ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വരും. അതും കൊണ്ട് പോകുമ്പോൾ ആളുടെ മുമ്പിൽ ഈ ഫണ്ട് പിരിവ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം തന്നെയാണ്. അവരോടെല്ലാം എനിക്ക് പറയാനുള്ള ഒറ്റ ഉത്തരം, എപ്പോഴാണോ ഈ റെസീറ്റ് അവസാനിക്കുന്നത് അന്ന് ഈ പാർട്ടി ഉണ്ടാവില്ല. മനസ്സിലായോ? ഈ ഫണ്ട് പിരിവും തരലും രണ്ടും നിങ്ങൾ ഫണ്ടേ വാങ്ങാണ്ടിരുന്നാൽ പിന്നെ തരാനേ സാധ്യതയില്ല. ഫണ്ടിങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുക, ഫണ്ട് തന്നുകൊണ്ടേയിരിക്കുക, കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് പരിപാടി. അങ്ങനെയാണ് ഈ കാലം അത്രയും ഈ പാർട്ടി പ്രവർത്തിച്ചത്. അക്ഷയപാത്രം പോലെയാണ് ജനങ്ങൾ. അക്ഷയപാത്രം മനസ്സിലായില്ലേ? എത്ര തന്നാലും ബാക്കിയുണ്ടാവും. അതുകൊണ്ട് ജനങ്ങൾ നമുക്ക് പൈസ തരുന്നുണ്ട്. പക്ഷെ അതിലൊരു കാര്യം ഉറപ്പാക്കണം, 10 പൈസ എന്താ പാടില്ല, തെറ്റായ രീതിയിൽ ചിലവഴിക്കാൻ പാടില്ല, ശരിയായ രീതിയിൽ തന്നെ ചിലവഴിക്കണം. അതിനുറപ്പുണ്ടാവണം. അതുള്ളത് കൊണ്ടാണ് നമുക്ക് ഫണ്ട് തരുന്നത്. നിങ്ങളറിയോ, ഇപ്രാവശ്യം ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്താണ് നടത്തിയത്. സാധാരണ വലിയ ചെക്ക് ലീഫ് ഫണ്ട് പിരിവ് 1000, 2000, 10,000, 15,000, 20,000, 50,000 പിരിച്ചിട്ടില്ലേ? ഇപ്രാവശ്യം എന്താ ചെയ്തേ? ഇപ്രാവശ്യം ഞങ്ങളുടെ സമ്മേളനത്തിൽ 2-3 മാസം മുമ്പ് സ്വാഗത സംഘം രൂപീകരിച്ച ഘട്ടത്തിൽ തന്നെ ഒരു കാര്യം തീരുമാനിച്ചു. ചെറിയ ഹുണ്ടിക, മനസ്സിലായില്ലേ? ഹുണ്ടിക അത് ഓരോ വീട്ടിലും കൊടുത്തു, ഓരോ പാർട്ടി മെമ്പറുടെ വീട്ടിലും. പുറത്തല്ല കേട്ടോ, പാർട്ടി മെമ്പറുടെ വീട്ടിൽ. എന്നിട്ട് അവരോട് പറഞ്ഞു, അത് കൊണ്ടു കൊടുത്തു അവിടെ. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ചില്ലറ പൈസയൊക്കെ വരുമ്പോൾ അത് ഈ ബോക്സിലിടണം. 1 രൂപ, 2 രൂപ, 10 രൂപ ചില്ലറ വരുമല്ലോ, അന്നേരം ഇടണം. എല്ലാ വീട്ടിലും അത് കൊടുത്തു. അത് കൊണ്ടു കൊടുത്തു ആദ്യം. പിന്നെ അത് തിരിച്ചു വാങ്ങി ഒരു കേന്ദ്രത്തിൽ നിന്ന് അത് പൊട്ടിച്ചു. ഒരു കേന്ദ്രം പറഞ്ഞാൽ അതാത് സ്ഥലത്തുള്ള പ്രദേശത്തുള്ള ഒരു കേന്ദ്രം. ഒരു ബ്രാഞ്ചിൽ തന്നെ 10-20 പാർട്ടി മെമ്പർമാരില്ലേ? അങ്ങനെ എല്ലാം ശേഖരിച്ചിട്ട് ഒരു കേന്ദ്രം നിന്ന് പൊട്ടിച്ചു. അത് എണ്ണി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 2.5 കോടി ഉറുപ്പികയാണ് പാർട്ടി മെമ്പർമാരുടെ വീട്ടിൽ നിന്നുള്ള കളക്ഷൻ. പിന്നെ എന്തിനാ ഞങ്ങൾ ഈ പ്രത്യേക ലീഫ് അടിച്ചിട്ട് പ്രമാണിമാരെ കാണാൻ നടക്കേണ്ടത്? ഉണ്ടോ? 2.5 കോടി ഉറുപ്പിക സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഫണ്ട്. അതൊരു ജനകീയമായ ഇടപെടലാണ്, പാർട്ടി ഇടപെടലാണ്, പാർട്ടി സഖാക്കളുടെ ഇടപെടലാണ്. സഖാക്കളെ ഒരു കാര്യം ഞങ്ങൾക്ക് ആവേശം തന്നൊരു കാര്യം ഉണ്ടായി. അതിനിടയിൽ 3-4 സഖാക്കൾ മരിച്ചു. അപ്പോൾ നമ്മുടെ സഖാക്കൾ മരിച്ചുപോയ വീട്ടിൽ ഈ ഹുണ്ടിക കളക്ഷൻ നടത്താൻ വേണ്ടി പോയില്ല. അപ്പോൾ അവർ വലിയ പരാതിയാണ്.
സഖാവേ, അദ്ദേഹം മരിച്ചു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കുടുംബമുണ്ടല്ലോ, ഞങ്ങളിതിൽ പൈസ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ 100, 150 റുപ്യ, 1000, 1500 റുപ്യ വരെ അത്തരം കുടുംബങ്ങളിൽ നിന്നും കിട്ടി. എല്ലാം കൂടിയാണ് ഞാൻ പറഞ്ഞത് 2.5 കോടി റുപ്യ. അപ്പോൾ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാനാവാത്തതൊന്നുമില്ല. ഇപ്പം ഇവിടെ ജനങ്ങളെല്ലാം സഹായിച്ചു എന്ന് പറഞ്ഞു. ഈ ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ചെലവിലാണ് ഈ ഓഫീസ് ഉണ്ടായത്, ജനങ്ങൾക്കാണ് സമർപ്പിക്കുന്നത്. ഇത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണ്, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെ പേരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ പേരിലായിരിക്കും ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അതിനാവശ്യമായ എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾ നല്ല പോലെ ഫണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധിയായ നേതാക്കന്മാരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മണിയാശാൻ ഉൾപ്പെടെ, ജയേന്ദ്രൻ ഉൾപ്പെടെ, അതുപോലെ ഒരു വർഗീസ് ഉൾപ്പെടെ എല്ലാവരുടെയും പിന്തുണയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു കാര്യം, മൂന്നാമത്തെ കാര്യം ഇതാണ്, എല്ലാ അർത്ഥത്തിലും ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഫണ്ട് ഉപയോഗിച്ച് നന്നായി ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും എല്ലാം ശ്രദ്ധിച്ച് ഈ ഓഫീസ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടി പ്രവർത്തിച്ച, അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച സഖാക്കളെയും അതിനുവേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ നൽകിയ ഈ സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ള മുഴുവൻ മനുഷ്യരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അവരുടെ ചെലവിലാണ് ഈ ഓഫീസ്, അവർക്ക് വേണ്ടിയാണ് ഈ ഓഫീസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു സേവന കേന്ദ്രമായി ഉപയോഗിക്കണം. ഈ സേവന കേന്ദ്രത്തെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പാർട്ടിയുടെ മുമ്പിൽ വരും. സഖാവ് പിണറായി പറഞ്ഞതാണ്, ഇതൊരു സഞ്ചരിക്കുന്ന കോടതിയാണ് ഈ പാർട്ടി, സഞ്ചരിക്കുന്ന കോടതിയാണ് ഈ പാർട്ടി എന്ന്. ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അവസാനമായിട്ട് പറയാനുള്ളത്, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയുടെ മുഖമുദ്രയാണ് യഥാർത്ഥത്തിൽ ഇടുക്കി ജില്ല. നെൽകൃഷിയൊന്നും വലിയ കാര്യമായിട്ടില്ല എങ്കിലും മറ്റ് വിവിധ കൃഷികൾ ഇവിടെ കുടികിടപ്പുകാരായിട്ട് അതുപോലെ തന്നെ കുടിയിരുന്നിട്ടുള്ള ആളുകൾ, ഭൂമി കൈവശം വെക്കുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾക്ക്, 10,000-കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും പട്ടയം കിട്ടിയിട്ടില്ല. ഗവൺമെൻറ് നിയമം നിർമ്മിച്ചു കഴിഞ്ഞു. ഒരു 1.5 മാസം മാക്സിമം വന്നാൽ ജൂൺ മാസം പൂർത്തിയാകുമ്പോഴേക്ക് ഒരു സംശയമില്ല, ഞങ്ങളതിൻ്റെ എല്ലാ കാര്യവും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചട്ടം കൂടി തയ്യാറാക്കി ഇവിടെ എല്ലാ മനുഷ്യർക്കും പട്ടയം നൽകുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കെല്ലാം നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ പ്രക്രിയ പൂർത്തിയാക്കും. അതിനാവശ്യമായ നിലപാടുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിച്ച്, എത്രയോ വർഷക്കാലമായിട്ട് കിടക്കുന്ന നൂലാമാല പോലെ കിടക്കുന്ന ഈ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബാധ്യതയുണ്ട്. ആ ചുമതല നിർവഹിക്കും എന്ന കാര്യം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാ സമ്മതത്തോടുകൂടി ഈ ഓഫീസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.